രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിച്ചുകൊണ്ട് ആദ്യമുണ്ടായിരുന്ന വിവാദങ്ങളൊക്കെ കെട്ടടക്കി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കോൺഗ്രസിന് UDF-ന് കഴിയുമെന്നതാണ്. അതിൽ VD സതീശിൻ്റെ അനുനയ ശ്രമങ്ങൾ എങ്ങനെ ഫലം കാണുമെന്നതാണ് അറിയേണ്ട കാര്യം. ഇതിനിടയിൽ വരുന്ന വാർത്ത VD സതീശൻ കാണാനെത്തുന്നു എന്നറിഞ്ഞപ്പോൾ അതിന് മുമ്പ് തന്നെ രമേശ് ചെന്നിത്തല വീട്ടിൽ നിന്നിറങ്ങി എന്ന കാര്യം കൂടിയാണ്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഇപ്പോൾ രമേശ് ചെന്നിത്തല വീട്ടിൽ നിന്നിറങ്ങിയെങ്കിൽ അദ്ദേഹം എങ്ങോട്ടേക്കാണ് പോകുന്നത്? അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്ന സൂചനകൾ എന്താണ്? ഈ കൂടിക്കാഴ്ച ഇരുവരും തമ്മിലുള്ള നടക്കാൻ സാധ്യതയുണ്ടോ? സജിത്ത്, വളരെ സുപ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചക്കായിരുന്നു ഇവിടെ രമേശ് ചെന്നിത്തലയുടെ വീട് സാക്ഷിയാകേണ്ടിയിരുന്നത്. അതിന് നിമിഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് മുൻപ് അദ്ദേഹം ഇവിടെ നിന്നും പുറപ്പെടുകയായിരുന്നു. ഇപ്പോൾ അറിയുന്ന വിവരം അനുസരിച്ച് ബന്ധു വീട്ടിലേക്കാണ് പോയതെന്നാണ് അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന പലരും പറയുന്നത്. പക്ഷേ അതിലൊരു വ്യക്തത കുറവുണ്ട്. കാരണം എങ്ങോട്ടേക്കാണ്? കാരണം പാർട്ടി അണികൾ ഒപ്പം ഉണ്ടായിരുന്നു, വാഹനത്തിലുണ്ടായിരുന്നു. വാഹനത്തിന് അകമ്പടിയായി പോവുക, വാഹനത്തിലടക്കം പാർട്ടി പ്രവർത്തകരടക്കം ഉണ്ടായിരുന്നു. ഒരു കുടുംബ വീട്ടിലേക്ക് അല്ലെങ്കിൽ ബന്ധു വീട്ടിലേക്ക് പോകുമ്പോൾ പ്രവർത്തകരുമായി ഒന്നിച്ച് പോകുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഒരു കൂടിക്കാഴ്ച ഇവിടെ നടക്കുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഈ ക്യാമ്പിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം അദ്ദേഹം ഏത് നിമിഷവും തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും എന്നൊരു പ്രതീക്ഷയിലാണ് ഇവിടെ കാത്തിരിക്കുന്ന പ്രവർത്തകരും ഒപ്പം മറ്റ് നേതാക്കന്മാരും. കാരണം വളരെ പ്രധാനപ്പെട്ട, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിന്നും തഴയപ്പെട്ടതിന് ശേഷം നിർണായകമായ ഏത് വകുപ്പ് ലഭിക്കും എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അദ്ദേഹം സ്വീകരിക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്തിയതിന്റെ ഭാഗമായി ആ ഒരു കൂടുതൽ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് മന്ത്രിസഭയിൽ നടക്കം മാറി നിൽക്കുമോ എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന് ഉത്തരമായിട്ടായിരുന്നു VD സതീശൻ ഇവിടേക്ക് വരുന്ന അനുനയ നീക്കങ്ങൾ അടക്കം നടത്തുമെന്ന് അറിയിച്ചത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഇവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ, അതായത് ഗുരുവായൂരിൽ നിന്നും വന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്ത് അടക്കം പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ പ്രതികരണങ്ങളില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഒരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടുമില്ല. വലിയ ചോദ്യങ്ങൾക്കടക്കം അദ്ദേഹം മൗനമായിരുന്നു മറുപടിയായി നൽകിയത്. എന്തുതന്നെയായാലും ഇതിൽ എന്തായിരിക്കും അടുത്ത UDF നേതൃത്വത്തിന്റെ നീക്കം എന്നാണ് നിർണായകം. കാരണം രമേശ് ചെന്നിത്തല എന്ന പോലെയുള്ള ഒരു സീനിയർ നേതാവിനെ ഈ ഒരു നേതൃത്വവുമായി ചേർത്ത് നിർത്തുക, ഒപ്പം തന്നെ മന്ത്രിസഭാ രൂപീകരണത്തിൽ ഒരു കല്ലുകടി ഒഴിവാക്കുക എന്നതായിരിക്കും UDF-ന് ഇനി വരാൻ പോകുന്ന വലിയ വെല്ലുവിളി. നമുക്കറിയാം, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് 10-11 ദിവസത്തോളം വലിയ വിവാദങ്ങൾക്കും ആശയക്കുഴപ്പത്തിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപനമുണ്ടായത്. ഇനി മന്ത്രിസഭാ രൂപീകരണത്തിൽ ഏതൊക്കെ പേരുകൾ ഉയർന്നു കാണും, അതിലേതൊക്കെ പേരുകൾ തള്ളപ്പെടും എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന പേരാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് തന്നെ നൽകണമെന്ന തരത്തിലുള്ള ഒരു ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. അതിൽ അദ്ദേഹം തൃപ്തനാകുമോ എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. എന്തിനായാലും യോഗം നടക്കാനുള്ള സാധ്യത ഇപ്പോഴും പൂർണ്ണമായും തള്ളിയിട്ടില്ല. അദ്ദേഹം തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഇവിടെ അറിയിക്കുന്നത്. ആ സമയത്ത് VD സതീശൻ നിയുക്ത മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തും, അദ്ദേഹമായി കൂടിക്കാഴ്ച നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം അതിലൊരു വ്യക്തത വരും. സജിത്ത്, സാർക്ക് ഒരു കാര്യം, ഈ അദ്ദേഹത്തിന്റെ വസതിയിൽ ഈ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും വരികയോ അതല്ലെങ്കിൽ നിലവിലുള്ള MLA-മാർ ആരെങ്കിലും വന്നു പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആശയവിനിമയം അവർക്കിടയിൽ അവിടെ നടക്കുന്നുണ്ടോ? സജിത്ത്, അദ്ദേഹം ഇവിടെ എത്തി ഉടൻ തന്നെ ഇവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. വളരെ കുറച്ച് സമയം മാത്രമാണ് ഇവിടെ നിന്നത്. റെയിൽവേ സ്റ്റേഷന് നേരെ ഇവിടെ നിന്നു. വസ്ത്രം പോലും മാറാനുള്ള സമയം ലഭിക്കാത്ത രീതിയിൽ അവിടെ നിന്നും പെട്ടെന്ന് മാറുകയായിരുന്നു. അതിന്റെ പിന്നിലുള്ള കാരണം വ്യക്തമല്ല. പക്ഷേ മറ്റ് നേതാക്കന്മാരോ MLA-മാരോ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള ആൾക്കാർക്കടക്കം നേരിട്ട് കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു സമയം പോലും ഇവിടെ ലഭിച്ചിട്ടില്ല. ഉടൻ തന്നെ ഇവിടെ നിന്ന്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ എത്തുന്നു, ഉടൻ തന്നെ അടുത്ത വാഹനത്തിൽ ഇവിടെ നിന്നും പുറപ്പെട്ടു പോവുകയായിരുന്നു. മറ്റ് കൂടിക്കാഴ്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. സജിത്ത്, ശരി, അതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ VD സതീശന്റെ അടുത്ത നീക്കം എന്താണ്? എങ്ങനെ രമേശിനെ അനുനയിപ്പിക്കുമെന്ന ചോദ്യമാണ്. ഇന്ന് വൈകിട്ട് VD സതീശൻ കൊച്ചിക്ക് മടങ്ങുമെന്ന് കൂടി അറിയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.